നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറേ പേർക്ക് നല്ല ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പരമാവധി വീഡിയോ ഫുള്ള് കാണാൻ നോക്കാം കേട്ടോ. ഒരു 8 വയസ്സ് മുതൽ ഒരു 11 വയസ്സ് 12 വയസ്സിൻ്റെ ഇടയിലുള്ള പെൺമക്കളുള്ള അമ്മമാരാണെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ അവർക്കാണ് കേട്ടോ ഉപകാരം ഉണ്ടാവുക ഈ വീഡിയോ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സമയത്ത് മക്കൾക്ക് അത്യാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ തയ്ക്കണത്. അപ്പോൾ കുറച്ച് കോട്ടൻ്റെ തുണി നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതി കേട്ടോ ഇത് തയ്ക്കാനായിട്ട്. കടയിൽ നിന്നൊക്കെ ഒരുപാട് വില കൊടുത്തിട്ട് നമ്മൾ ഈ സ്പോർട്സ് ബ്രാ വാങ്ങിക്കുന്നുണ്ടല്ലോ മക്കൾക്ക്. അപ്പോൾ അതിനേക്കാളും നല്ലൊരു ഐറ്റം തന്നെയാണ് നമ്മൾ ഈ തയ്ക്കുന്നത് കോട്ടൺ തുണി വെച്ചിട്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകളുടെ ഒരളവാണ് കേട്ടോ. അപ്പോൾ ആൾ ഒരു 11 വയസ്സായ ആളാണ്. അപ്പോൾ നമ്മൾ ഈ അളവ് കറക്റ്റായിട്ട് എടുക്കരുത് കേട്ടോ. നമ്മുടെ മക്കളുടെ മേത്തു നിന്നുള്ള അളവുകൾ കണ്ടുപിടിച്ചിട്ട് എടുക്കുക കേട്ടോ പരമാവധി. എന്താ വെച്ച് കഴിഞ്ഞാൽ മക്കൾ ചിലപ്പോൾ 11 വയസ്സെന്ന് പറഞ്ഞാലും ചിലപ്പോൾ കുറച്ച് തടി ഉണ്ടാവും, തടി കുറഞ്ഞ കുട്ടികളൊക്കെ ആയിരിക്കാം. അപ്പോൾ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും കേട്ടോ. കോട്ടൺ തുണിനെ നമ്മൾ ആദ്യം തന്നെ മടക്കിയിട്ടുണ്ട് കേട്ടോ 4 ലെയറായിട്ട്. അതിൽ മടക്ക് വരണ ഭാഗം നമ്മുടെ അടുത്തേക്കും പിന്നെ 4 ഭാഗം കാണുന്നതിൽ തുറന്നിരിക്കുന്ന ഭാഗം അത് നമ്മുടെ അപ്പുറത്തെ സൈഡ് വശത്തേക്കാണ് കേട്ടോ വരേണ്ടത്. അതിനുശേഷം ഞാനിവിടെ ഇറക്കെടുത്തിരിക്കുന്നത് ഒരു 11.5 ഇഞ്ചാണ് ഇറക്കെടുത്തിട്ടുള്ളത്. മക്കളുടെ മേത്തുനിന്ന് കിട്ടിയ വണ്ണുണ്ടല്ലോ അതിൻ്റെ 4 ഭാഗമാണ് കേട്ടോ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ മോൾക്ക് 24 അപ്പോൾ 24ൻ്റെ 4 ഭാഗം ഞാനിവിടെ 6 ഇഞ്ചാണ്. അപ്പോൾ 6 ഇഞ്ച് തന്നെ കറക്റ്റ് മാർക്ക് ചെയ്യാൻ പറ്റില്ല. അതിൽ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് വേണം കേട്ടോ മാർക്ക് ചെയ്യാനായിട്ട്. കഴുത്തിൻ്റെ വികാസം ഞാൻ എടുത്തിരിക്കുന്നത് 2.25 കേട്ടോ. അപ്പോൾ ഒരു 3 ഇഞ്ച് വരെ നമുക്ക് കൊടുക്കാം. പിന്നെ താഴോട്ടുള്ള കഴുത്തിൻ്റെ ഇറക്കം എടുത്തിരിക്കുന്നത് 5 ഇഞ്ചും. അതുപോലെ തന്നെ ഷോൾഡർ ഞാൻ എടുത്തിരിക്കുന്നത് 2 ഇഞ്ചാണ് കേട്ടോ. അത് പരമാവധി കുറച്ചെടുത്താൽ മതി. പിന്നെ കൈക്കുഴിയുടെ അവിടേക്ക് നേരെ താഴോട്ട് 5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കഴുത്ത് പിന്നെ നമ്മൾ റൗണ്ടാണ് കേട്ടോ കട്ട് ചെയ്യണത്. അതുപോലെ തന്നെ കൈക്കുഴിയും മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വണ്ണം അവിടെ ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ തൊട്ടുപ്പുറത്തേക്ക് ഒരു 2 ഇഞ്ചും കൂടിയും കൂടുതൽ തയ്യൽ തുമ്പ് ഇട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇറക്ക് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് തൊട്ടിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കൈക്കുഴിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തും കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി ഷോൾഡറിൻ്റെ അവിടെ ഒപ്പാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പെറ്റിക്കോട്ട് തയ്ക്കണ പോലെ ഇത് ഒറ്റ ലെയർ ഇട്ടിട്ട് തയ്ക്കാൻ പറ്റില്ല. ബാക്കി ഉണ്ടായിരുന്ന കോട്ടൺ തുണീനെ ഞാൻ വീണ്ടും 4 ലെയറാക്കിയിട്ട് മടക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ്. നമ്മളൊരു വട്ടം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അത് അതിൻ്റെ മേലേക്ക് കറക്റ്റ് ഒപ്പത്തിന് വെച്ചിട്ട് വെക്കുക കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാം. കുറച്ച് കട്ടിക്ക് ഇരുന്നാൽ തന്നെയാണ് കേട്ടോ നമ്മൾ വിചാരിക്കണ കറക്റ്റായിട്ട് ഉള്ള ആ ഒരു ലുക്ക് കിട്ടുള്ളൂ ഇതിന്. ഈ കോട്ടൺ തുണികളെ പുതിയതിലെടുക്കണ സമയത്ത് അത്യാവശ്യം നല്ല കട്ടി ഉണ്ടാവും കേട്ടോ. പക്ഷേ ഒരു കഴുകൽ കഴിയുമ്പോൾ അത് ഭയങ്കരമായിട്ട് കനം കുറഞ്ഞു പോവും. അത് കാരണമാണ് നമ്മളിങ്ങനെ തയ്ക്കണ സമയത്ത് കട്ടിക്കിട്ടിട്ട് തയ്ക്കണത്. നമ്മളങ്ങനെ കംപ്ലീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണി എളുപ്പമായിട്ടാവും. ഇനി അധികം നേരമൊന്നും വേണ്ട, കുറച്ച് സമയം മതി ഇത് തയ്ച്ചെടുക്കാനായിട്ട്. ഇനി ഞാൻ ആദ്യം തന്നെ ഇതിനെ നമ്മുടെ മൊത്തത്തിൽ നിർത്തി വെക്കണം കേട്ടോ. അവസാനം കട്ട് ചെയ്ത ഭാഗത്തെ ഷോൾഡർ കട്ടിങ് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ രണ്ടും ഒരുപോലെ അങ്ങനെ കട്ടിങ്ങാണ് വന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോൾഡർ കൂട്ടേണ്ട പണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കൂട്ടി വെച്ചിട്ട് രണ്ടും ഒപ്പം വെച്ച് തയ്ച്ച് വന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഷോൾഡർ കട്ടിങ് വരാത്തതും കട്ട് ചെയ്ത ഭാഗവും കൂട്ടി വെച്ചിട്ട് തയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 സൈഡും നമ്മൾ തയ്ച്ചെടുക്കുക ആദ്യം തന്നെ. തയ്ക്കുന്ന സമയത്തെ ഷോൾഡറിൻ്റെ അവിടെ വശമായാലും എല്ലാവിടം ഒരു 2 വട്ടം തയ്ച്ചെടുക്കണതാട്ടോ നല്ലത്. അത് തയ്ക്കുമ്പോൾ പിന്നെ കെട്ടിട്ടിട്ട് തയ്ക്കാൻ നോക്കാം. അല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമൊക്കെ ആവട്ടെ അവിടെ നിന്ന് വിട്ട് പോരാ. അപ്പോൾ ഇങ്ങനെ തയ്ക്കുകയാണെങ്കിൽ നല്ല ഉറപ്പ് തന്നെയായിട്ടിരിക്കും കേട്ടോ. ഷോൾഡർ നമ്മൾ കൂട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിനെ നിർത്തി വെച്ചിട്ട് അതിൻ്റെ കഴുത്ത് തയ്ച്ചെടുക്കണം. റൗണ്ട് നെക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ തയ്ക്കാനായിട്ട്. അതായത് ഇവിടെ മടക്കണ സമയത്തെ ഏറ്റവും ചെറിയ രീതിയിൽ മടക്കാൻ നോക്കാം കേട്ടോ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒറ്റ ലെയറല്ല 2 ലെയർ വെച്ചിട്ടാണല്ലോ മടക്ക് വരുന്നത്. അപ്പോൾ നന്നായി ശ്രദ്ധിച്ചിട്ട് മടക്കുക. അപ്പോൾ അത്രയും നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ നമ്മൾ നന്നായി ശ്രദ്ധിച്ചിട്ട് തയ്ക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ കഴുത്ത് കംപ്ലീറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയിൽ ചുളിവുകളൊന്നും ഇല്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൈക്കുഴിയിൽ അവിടെ നിന്ന് തൊട്ടിട്ട് തന്നെ ചെറിയ മടക്കോട് കൂടിയിട്ട് അടിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ 2 വശവും തയ്ച്ചെടുക്കണം കേട്ടോ. ഡ്രസ്സിന് മേച്ചായിട്ടേ കളർ കോട്ടൺ തുണികൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ വെച്ചിട്ട് ഇതുപോലെ തയ്ച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. കോട്ടൺ തുണിന്ന് തന്നെ എടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മക്കളായ കാരണം തന്നെ അവർക്ക് ഇതുപോലെയുള്ള ഐറ്റംസ് ഇട്ടിട്ടുള്ള പരിചയം ഉണ്ടാവില്ല. അപ്പോൾ വിയർപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ കോട്ടൻ്റെ ആയിരിക്കും ഏറ്റവും നല്ലത്. അതാണ് കേട്ടോ കോട്ടൻ്റെ വെച്ചിട്ട് തയ്ക്കാമെന്ന് പറയണത്. കഴുത്തും കൈക്കുഴിയൊക്കെ കംപ്ലീറ്റ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പോയിട്ടാണ്. അപ്പോൾ അത് കാരണം രണ്ടാമത് 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്.
ഇതുപോലെ തന്നെ താഴത്തെ വശത്തും നമ്മൾ 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ രീതിക്ക് പിടിച്ചിട്ടാണ് മാർക്ക് ചെയ്യാറ്. ഇനി നമുക്ക് ഈ വരച്ചതിൽ കൂടെ നമുക്ക് തയ്ച്ചെടുക്കണം കേട്ടോ. അപ്പോൾ 2 വശവും തയ്ച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതേപോലെ അടിവശത്ത് നിന്നിട്ട് മേലോട്ട് ഇങ്ങനെ ചെരിച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ തയ്ക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് കട്ടി വരാണ്ടിരിക്കാനാണ് കേട്ടോ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞത്. പിന്നെ അത് ഇതേപോലെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് പിടിച്ചിട്ട് കുറച്ച് വീതിക്ക് ഇങ്ങനെ മടക്കി എടുക്കുന്നുണ്ട്. ഞാൻ മടക്കിലൂടെ വേണം കേട്ടോ നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട്. നമ്മൾ താഴ്വശത്ത് എലാസ്റ്റിക് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴാണ് കറക്റ്റായിട്ട് അതിൻ്റെ ഭംഗിയിൽ നിൽക്കുള്ളൂ കേട്ടോ. താഴത്തെ പട്ട പോലെ തയ്ക്കണം നമ്മളെ ഒരുപാട് വട്ടം സ്റ്റിച്ച് ചെയ്യണ്ട കേട്ടോ. ഒരൊറ്റ വട്ടം തയ്ച്ചാൽ മതി. തയ്ച്ച് അവസാനിക്കുന്ന ഭാഗത്ത് കുറച്ച് ഭാഗം നമ്മൾ തയ്ക്കാതെ വിടണം കേട്ടോ. ഇനി നമ്മളത് കംപ്ലീറ്റ് തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വിട്ട ഭാഗം കാണിച്ചു തരാം കേട്ടോ, കുറച്ച് തയ്ക്കാതെ. അപ്പോൾ ഇതിൽ കൂടെയാണ് കേട്ടോ നമ്മൾ എലാസ്റ്റിക് കടത്തി വിടുന്നത്. ഇനി ഞാനിവിടെ 2 ടൈപ്പ് എലാസ്റ്റിക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. കട്ടിയുള്ളതിനേക്കാളും കനം കുറഞ്ഞതാണ് എനിക്ക് നല്ലതെന്ന് തോന്നിയ കാരണമാണ് ഞാൻ ചെറുതെടുത്തത്. അപ്പോൾ മോളുടെ നമ്മൾ എടുക്കണ വണ്ണം ഉണ്ടല്ലോ, ആ വണ്ണത്തിനേക്കാളും ഒരു 3-4 ഇഞ്ചോ കുറച്ചിട്ട് എടുത്താൽ മതി കേട്ടോ എലാസ്റ്റിക് എടുക്കുമ്പോൾ. അപ്പോൾ ഈ ചെറുതാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് വലിച്ചൽ കൂടുതലാണ്. അപ്പോൾ ഒരു 4 ഇഞ്ചോളം കുറച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. കട്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 3 ഇഞ്ചോ 2.5 ഇഞ്ചൊക്കെ കുറച്ചാൽ മതി. അതിന് വലിച്ചൽ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു പിന്നെടുത്തിട്ട് എലാസ്റ്റിക്കിൽ കുത്തിയിട്ടാണ് നമ്മൾ ഫുള്ളായിട്ട് ഉള്ളിൽ കൂടെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പിന്നൂരിയതിന് ശേഷം അത് കൂട്ടി തയ്ക്കാം കേട്ടോ. അങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ തുറന്നിരിക്കുന്ന ഭാഗം കൂടി തയ്ച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ കംപ്ലീറ്റ് പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളതേ മറച്ച് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നോക്കിയൊക്കെ ഏകദേശം നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് ടൈമൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ തയ്ച്ചെടുക്കാനും പറ്റും. പിന്നെ മക്കൾക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അവർക്കത് നല്ല തന്നെയാണ് കേട്ടോ ഇങ്ങനത്തെ തയ്ക്കണത്. അപ്പോൾ പിന്നെ ലൂസ എന്തെങ്കിലും വരികയാണെങ്കിൽ തന്നെ ഇതിൻ്റെ സൈഡ് വശത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് മേലെന്ന് എലാസ്റ്റിക്കിൻ്റെ അവിടേക്ക് തയ്ക്കേണ്ട കേട്ടോ. അതിൻ്റെ ഏകദേശം അടുത്ത് വരെ തയ്ച്ച് നിർത്തിയാൽ മതി. ഇപ്പം നമ്മൾ 30 ഒരെണ്ണം തയ്ച്ചപ്പോൾ കറക്റ്റ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാൻ അന്ന് വെറുതെ എലാസ്റ്റിക് ജസ്റ്റ് വെച്ച് കൊടുക്കാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് തന്നെ മോൾക്ക് നല്ല വൃത്തിക്ക് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രത്തോളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.